മാനവികതയുടെയും ചേർത്തുനിർത്തലിൻ്റെയും കാഴ്ച ഒരുപാട് സമ്മാനിക്കാറുണ്ട് നമ്മുടെ നാട്. അത്തരം ഒരു കാഴ്ച തന്നെയാണ് പെരിന്തൽമണ്ണയിൽ നമ്മൾ കണ്ടത്. പെരിന്തൽമണ്ണയുടെ ആദ്യ MLA ആയിരുന്ന ഗോവിന്ദൻ നമ്പ്യാരുടെ മകനായ രമേശൻ നമ്പ്യാർ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുന്നത്. അങ്ങനെ ഈ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു രമേശൻ നമ്പ്യാരും കുടുംബമൊക്കെ താമസം. അപ്പോൾ ചടങ്ങ് നടത്താനൊക്കെ തന്നെ സഹോദരിമാരും ഒക്കെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രമേശൻ നമ്പ്യാരുടെ ആഗ്രഹപ്രകാരവും തൊട്ടടുത്ത അയൽവാസിയായ അബ്ദുൾ ഹമീദിൻ്റെ ആഗ്രഹപ്രകാരവും ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് രമേശൻ നമ്പ്യാറിൻ്റെ കുടുംബവും സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ മരണാന്തര ചടങ്ങുകളൊക്കെ തന്നെ ഈ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ സന്നദ്ധ ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ചടങ്ങ് നടത്താം, പക്ഷേ ഇവിടെ നടത്തണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു അല്ലേ? ചടങ്ങ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ദർശനത്തിന് വയ്ക്കുക, പൊതുദർശനത്തിന് വയ്ക്കാറില്ല. അതിപ്പം അവിടെ വയ്ക്കുന്നതിന് സൗകര്യമില്ല, ഒന്നുമല്ല. അല്ലെങ്കിൽ എൻ്റെ വീട് വേറെ ഉണ്ട്. പക്ഷേ ഇവരിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എന്താ പറയുക, അത്രയും സ്നേഹത്തിൽ അവർ കഴിഞ്ഞു കൂടുന്നുണ്ട്. നല്ല സപ്പോർട്ടീവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഉമ്മ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സംഭവിച്ചു. ഞങ്ങൾക്ക് വിരോധമില്ല, സന്തോഷമാണുള്ളൂ. സ്നേഹമാണല്ലോ അത് ഏറ്റവും വലുത്. അപ്പം ഈ നോമ്പ് കാലത്ത് ഇവർ നമ്മളോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ എന്തോ ഒരു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടത്തി. അവർ മുന്നിൽ ആ ഉമ്മ വന്നിട്ട് ഉമ്മയ്ക്ക് കാണും. ഇപ്പോൾ 87 വയസ്സായ ഉമ്മയാണ്. ആ ഉമ്മയുടെ ആശ ഞങ്ങൾ നിറവേറ്റി. നമ്മുടെ ആത്മബന്ധങ്ങളും മനുഷ്യരായിട്ടുള്ള ഈ സ്നേഹമൊക്കെ തന്നെയാണല്ലോ. അതെ, അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് അമ്മയില്ല, അവനും ഇല്ല. അവനെ ഉമ്മാച്ച ജീവനാണ്. ഉമ്മാക്കും അതെ ഈ മകനെപ്പോൾ തന്നെയാണ്. അവർ മകൻ്റെ കുട്ടികളുണ്ട്, അത് ഇവൻ്റെ മാമ വിളിക്കുമെങ്കിലും ഇവനടക്കം കുട്ടികളൊക്കെ അതെ അച്ഛൻ്റെ ഒരു സ്ഥാനത്തിലാണ്. അത്രയും സന്തോഷമാണ്, സ്നേഹമാണ് അവർ തമ്മിൽ. അപ്പോൾ അത് നമ്മൾ 30 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടേ. അപ്പം നമുക്കത് അംഗീകരിക്കല്ലേ പറ്റുള്ളൂ. സ്നേഹത്തോടെ അംഗീകരിച്ചാണ് കേട്ടോ, നിർബന്ധിച്ചിട്ടല്ല. അബ്ദുൾ ഹമീദിൻ്റെ മകൻ നിസാമാണ്. ഇത് രണ്ട് കൂട്ടരുടെയും കഥ നമ്മൾ കേട്ടു. അപ്പോൾ അത്തരത്തിലൊരു ആത്മബന്ധം തന്നെയായിരുന്നു, രണ്ട് പേരുടെയും ആഗ്രഹമായിരുന്നല്ലോ ഒരുപോലെ. നമ്മൾ രമേശേട്ടനെ മാമ എന്ന് വിളിക്കാറ്. ഇവിടെ അയൽവാസികളെല്ലാവരും എല്ലാവരുടെയും നല്ല ബന്ധത്തിലാണ്. മാമ ഏകദേശം 30 വർഷത്തോളം ഈ ക്വാർട്ടേഴ്സിലുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്വാർട്ടേഴ്സിലുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അവിടെ തന്നെ ആയിരുന്നു. എൻ്റെ ചെറിയ പെങ്ങൾ അവരൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു വിയോഗമായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞത് മൂപ്പരുടെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലോട്ട് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടന്നതിന് കാരണത്താൽ അതും കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവരും നമ്മുടെ കൂടെ എല്ലാവരും ഒരുമിച്ച് നിന്നു. ഇതിപ്പോൾ ഒരു മതം അടിസ്ഥാനമായിട്ട് വരുന്നില്ല എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നമുക്കിതൊക്കെ എല്ലാവർക്കും ഒരു മെസ്സേജായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരം ചേർത്ത് നിർത്തലിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇനിയും കാണും. കാരണം ഇത് കേരളമാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഇത്തരം കാഴ്ചകൾക്ക് തീർച്ചയായും വേറൊരു വിശേഷണങ്ങളുടെ ആവശ്യമില്ല. ഇത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പരിശുദ്ധിയാണ്. അപ്പോൾ അരുൺ അവരിൽ നിന്ന് അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത് താമസിക്കുന്നവർ ആരെ എന്തെന്ന് നോക്കിയിട്ടില്ല, മനുഷ്യനാണ് എന്ന് കരുതിയാണ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്. ആ നല്ല കാഴ്ചകളുടെ ഒരു ബാക്കിപത്രം. ദിവിഷ്, വൈവിധ്യങ്ങളിലും ആ ഒരു ഐക്യവും ചേർത്ത് പിടിക്കലും സൂക്ഷിച്ചു പോകുന്ന നാടാണ് നമ്മുടേത്. ഒരുപാട് കാഴ്ചകളും അത്തരത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം പുതുമയുള്ളൊരു കാര്യമല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നതിലേക്ക് അത്ര മനോഹരമായ കാഴ്ചയിലേക്ക് ഒരു അധ്യായം കൂടി എന്നതുകൂടിയുള്ളൂ. ചിലപ്പോഴൊക്കെ അത്തരത്തിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ സംഭവങ്ങൾ, ഒറ്റ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്കൊരു ഓർമ്മപ്പെടുത്തലായി കൂടി ഇതൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് വരുന്ന സന്ദേശം എന്ന് പറയാനുള്ളൊരു സംഭവമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതായത് പെരിന്തൽമണ്ണയിലെ ആദ്യ MLA ആയിരുന്ന ഗോവിന്ദൻ നമ്പ്യാരുടെ മകനാണ് ഈ രമേശൻ നമ്പ്യാർ. 3 ദിവസം മുമ്പാണ് ബൈക്കിൽ സഞ്ചരിക്കവേ ഹൃദയാഘാതം വന്ന് മരിക്കുന്നത്. അങ്ങനെ ഒരു വാടക ക്വാർട്ടേഴ്സിലാണ് രമേശൻ നമ്പ്യാരും കുടുംബവും താമസിച്ചു വരുന്നത്. പിന്നെ തൊട്ടടുത്ത് ഈ അബ്ദുൾ ഹമീദ് എന്ന് പറയുന്ന കെട്ടിട ഉടമയുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഇവർ ചെറുപ്പം മുതലേയുള്ള അടുപ്പവും ബന്ധവും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഇവിടെ വെച്ച് പൊതുദർശനം നടത്താമെന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ പോവുകയാണ്. അപ്പോൾ സഹോദരിമാർ സന്നദ്ധത അറിയിക്കുന്നു, വേണമെങ്കിൽ അവരുടെ വീടുകളിൽ വെച്ച് നടത്താം, ഇത് വാടക ക്വാർട്ടേഴ്സിൽ അവരുടെ വീടുകളിലേക്ക് പോകാമെന്നൊക്കെ. അവിടെ ഈ അബ്ദുൾ ഹമീദ് വന്ന്
അവരോട് ഈ ഒരു ആഗ്രഹം പറയാണ്. രമേശൻ ചെറുപ്പം മുതലേ ജനിച്ചു വളർന്നത് ഇവിടെയല്ലേ, അപ്പോൾ ഇവിടെ തന്നെ ആയിക്കോട്ടെ, ഞങ്ങളുടെ വീട്ടിൽ നടത്താം എന്ന് മുന്നോട്ട് വയ്ക്കുകയാണ്. അവിടുത്തെ ആ ഒരു ഉമ്മയും കൂടെ, അബ്ദുൾ ഹമീദിൻ്റെ ഉമ്മയും കൂടെ പറയും, ഓൻ ഇവിടുത്തെ കുട്ടിയല്ലേ, ഇവിടെയല്ലേ അത് ചെയ്യേണ്ടതെന്ന് ആ ഉമ്മയും പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഈ ഒരു ആകെ ഒരു സംഗ്രഹം ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത്രയാണ് മനുഷ്യന്മാരുടെ ബന്ധങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത്. ഈ അടുപ്പവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം, അതിന് വേറെ എന്താ പറയുക വിശേഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇതാണ് സ്നേഹം, അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ പെരിന്തൽമണ്ണയിൽ നിന്ന് കണ്ടത്. പലയിടത്തും നമ്മൾ ഇത്തരം സ്നേഹബന്ധങ്ങൾ കൊണ്ടാണല്ലോ ഈ സമൂഹം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ല അത്തരം ചേർത്ത് നിർത്തലിൻ്റെ കാഴ്ചകൾ തന്നെ ആകട്ടെ ഇപ്പോഴും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.